ഇന്ന് നമ്മൾ നോക്കുന്നത് സൗദി നാഷണൽ അഡ്രസ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നാണ്. കൂടെ അക്കൗണ്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, പാസ്വേഡും യൂസർ ഐഡിയും മറന്നുപോയാൽ എങ്ങനെ വീണ്ടെടുക്കാം. ഗൂഗിളിൽ കയറി SPL ഓൺലൈൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് കിടക്കുന്ന സൗദി പോസ്റ്റ് SPL സെലക്ട് ചെയ്യുക. ഫസ്റ്റ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. മുകളിൽ ലോഗിൻ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഇൻ സർവീസിൽ ഇൻഡിവിജ്വൽ കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. സെക്കൻഡ് പേജിൽ പേഴ്സണൽ ഡീറ്റെയിൽസിൽ പേഴ്സണൽ ഐഡിയുടെ ഭാഗത്ത് നമ്മുടെ ഇക്കാമ ID എന്റർ ചെയ്യുക. ബർത്ത് ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. വിക്ടോറിയൻ കലണ്ടർ കൊടുക്കുക. ഡേറ്റ്, മന്ത്, ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുക്കുക. ആദ്യം നമ്മുടെ മൊബൈൽ നമ്പർ, പിന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ് കൊടുക്കുക. അക്കൗണ്ട് ഇൻഫർമേഷൻ ആണ്. യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൺഫേം ചെയ്യുക. ഐ എഗ്രി കൊടുത്ത് സൈൻ അപ്പ് ചെയ്യുക. SPL രജിസ്റ്റർ ആയിട്ടുണ്ട്. നമ്മുടെ ഫോണിൽ വരുന്ന OTP നമ്പർ എന്റർ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനെയാണ് ന്യൂ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുന്നത്. SPL ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഇനി നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും മറന്നു പോയാൽ അതിനായി വീണ്ടും ലോഗിൻ ചെയ്തു ഇൻഡിവിജ്വൽ കൊടുക്കുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ലോഗിങ്ങിന്റെ സൈഡിലായി ഫോർഗെറ്റ് യുവർ പാസ്വേഡ്, ഫോർഗെറ്റ് യുവർ യൂസർ നെയിം കാണാം. നമ്മുടെ യൂസർ നെയിമാണ് മറന്നിട്ടുണ്ടെങ്കിൽ ഫോർഗെറ്റ് യുവർ യൂസർ നെയിം കൊടുക്കുക. പാസ്വേഡ് ആണ് മറന്നിട്ടുണ്ടെങ്കിൽ ഫോർഗെറ്റ് യുവർ പാസ്വേഡ് കൊടുക്കുക. അന്നേരം ഇതുപോലൊരു ഇന്റർഫേസാ വരുന്ന. അതിനകത്ത് നമ്മുടെ നെയിം ടൈപ്പ് ചെയ്ത് ഫോൺ നമ്പരും കൊടുക്കുക. എൻ്റെ ഇമേജ് കോഡും ആഡ് ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. ഏത് ഫോൺ നമ്പറാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ ഫോൺ നമ്പറിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. നെക്സ്റ്റ് പേജിലായിട്ട് നമുക്ക് റീസെറ്റ് പാസ്വേഡ് കൊടുക്കാൻ പറയും. ന്യൂ പാസ്വേഡ് ആൻഡ് റീസെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ യൂസർ നെയിമും മറന്നിട്ടുണ്ടെങ്കിൽ ഫോർഗെറ്റ് യൂസർ നെയിം കൊടുത്ത് ഫോണിൽ വെരിഫിക്കേഷൻ കോഡ് ടൈപ്പ് ചെയ്യും. എന്നിട്ട് റീസെറ്റ് യൂസർ നെയിം ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. റീസെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ ഫോണിൽ OTP വരും. വെരിഫിക്കേഷൻ കോഡ് ടൈപ്പ് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. SPL പോർട്ടൽ ലോഗിൻ ചെയ്യുമ്പോൾ അറബിക്കിലായിരിക്കും കാണിക്കുന്നത്. നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക. SPL റെസ്പെക്ട് യുവർ പ്രൈവസി അത് ഓക്കെ കൊടുക്കുക. ഇങ്ങനെ ഒരു ഇന്റർഫേസാണ് വരുന്നത്. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ മൈ അഡ്രസ്സിൽ നമ്മുടെ അഡ്രസ് കൊടുത്തേക്കുന്ന അഡ്രസ് കാണും. അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. വ്യൂ ഓൾ കൊടുക്കാം. നമ്മൾ കൊടുത്തേക്കുന്ന ഏത് അഡ്രസ്സാണ് അത് അതിൽ കാണാം. റൈറ്റ് സൈഡിൽ കാണുന്ന ആഡ് ന്യൂ അഡ്രസ് കൊടുക്കുക. ഇപ്പോൾ നിൽക്കുന്ന അഡ്രസ്സിലാണ് ലൊക്കേഷൻ വേണ്ടിയെങ്കിൽ അത് അലോ ചെയ്ത് കൊടുക്കുക. ലൊക്കേഷൻ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഒക്കെ സൈഡിലായിട്ട് കാണിക്കും. ലൊക്കേഷൻ അനുസരിച്ച് ഈ അഡ്രസ്സാണ് കാണിക്കേണ്ടത്. ഇതാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് നമ്മൾ ഇപ്പോൾ കൊടുക്കേണ്ട ന്യൂ അഡ്രസ്. നെക്സ്റ്റ് ബിൽഡിംഗ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഏത് അഡ്രസ് ആണോ ആ ബിൽഡിംഗിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അക്കോമഡേഷൻ ടൈപ്പ്, അപ്പാർട്ട്മെന്റ് ആണോ, ഫ്ലാറ്റ് ആണോ, വില്ലയാണോ എന്ന് കൊടുക്കുക. ഈ ഫ്ലോർ നമ്പർ കൊടുക്കുന്ന ഫസ്റ്റ് ഫ്ലോർ ആണോ സെക്കൻഡ് ഫ്ലോറിലാണോ നമ്മൾ താമസിക്കുന്നത് എന്നുള്ളതാണ്. റെന്റ് ആണെങ്കിൽ റെന്റ്, സ്വന്തമായിട്ടാണെങ്കിൽ ഓൺ. സ്ഥിരമായിട്ടാണ് നമ്മളിവിടെ താമസിക്കുന്നതെങ്കിൽ പെർമനന്റ് കൊടുക്കാം, അല്ലെങ്കിൽ ടെമ്പററി കൊടുക്കാം. ഇവിടെ ബിൽഡിങ്ങിന്റെ ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓപ്ഷനിലാണ്. അഡീഷണൽ ആ ഇൻഫർമേഷനൊക്കെ ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. അടുത്ത നെക്സ്റ്റ് കൊടുത്ത് നമുക്ക് കൺഫേം ചെയ്യാം. ഇവിടെ നമ്മൾ കൊടുത്ത അഡ്രസ് എല്ലാം കാണിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എഡിറ്റ് ഒക്കെ ചെയ്യാം. എല്ലാം ഓക്കെ ആണെങ്കിൽ ഈ രണ്ട് ഓപ്ഷനും ടിക്ക് ചെയ്ത് കൊടുത്ത് കംപ്ലീറ്റ് കൊടുക്കാം. വീണ്ടും നമ്മുടെ ഫോണിലേക്ക് ഒരു OTP നമ്പർ വരുന്നതാണ്. അത് ഇവിടെ ആഡ് ചെയ്ത് കൺഫേം കൊടുക്കാം. ഇപ്പൊ നമ്മുടെ അഡ്രസ് സക്സസ്ഫുള്ളി ആയിട്ട് രജിസ്റ്റർ ആയിട്ടുണ്ട്. അതിവിടെ കാണിക്കുന്നുണ്ട്, അഡ്രസ് ഉൾപ്പെടെ. ആ അഡ്രസ്സിന്റെ താഴെ തന്നെ ഷോ അഡ്രസ് പ്രൂഫും മാനേജ് യുവർ അഡ്രസ് എന്ന് കിടപ്പുണ്ട്. അതിൽ മാനേജ് യുവർ അഡ്രസ് സെലക്ട് ചെയ്യുക. ഇനി നമ്മുടെ പഴയ അഡ്രസ് വേണ്ടെങ്കിൽ അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഏത് അഡ്രസ് ആണോ വേണ്ടാത്തത് അതിന്റെ ഏറ്റവും മുകളിലായിട്ട് 3 വരെ കിടപ്പുണ്ട്. അതിനകത്ത് ഡിലീറ്റ് ദ നാഷണൽ അഡ്രസ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ന്യൂ അഡ്രസ് മാത്രമേ ഇതിലുള്ളൂ. ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.